ഗൈസ് കുറേ നാളായിട്ട് വിചാരിക്കുന്നു നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്യണമെന്ന് കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇതുവരെ എനിക്കത് നടന്നില്ല. പിന്നെ ഞാൻ നേരത്തെയൊക്കെ ഈ പനിക്കൂർക്കലയും നമ്മുടെ കറ്റാർവാഴയും മുകളിൽ കൊണ്ട് വെച്ചായിരുന്നു കേട്ടോ. അത് മാത്രമേ ഉള്ളൂ മുകളിൽ കൃഷി എന്ന് പറയാനായിട്ട്. അത് പണ്ട് വെച്ചതാണ്. ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് വർഷമായിട്ട് നിൽക്കുന്ന സാധനമാണ്. നമ്മുടെ ഈ പനിക്കൂർക്കല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ വേനൽ വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇലയൊക്കെ ഉണങ്ങി പോവുകയും പുഴു തിന്ന് പോകുകയും എന്നിട്ട് ആ കമ്പ് മാത്രമായിട്ട് നിൽക്കും കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഫുൾ ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് കിളുത്ത് വന്നതാണ് കേട്ടോ ഈ ഇലയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ പറമ്പെന്ന് പറയുന്നത്. താഴ്വശം നമുക്ക് ഓണത്തിന് വേണ്ടി കൃഷി ചെയ്യണമെന്ന് എല്ലാ കൊല്ലവും വിചാരിക്കും. പക്ഷേ ഈ ഒരവസ്ഥയാണ്, വെള്ളം കയറും ഗൈസ്. അതിൻ്റെ അപ്പുറത്ത് പാടമാണ്, ഞങ്ങളുടെ പറമ്പിന് അപ്പുറത്തെ സൈഡിൽ പാടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് വളർന്ന് വന്നു കഴിയുമ്പോഴത്തേക്കിനും വെള്ളം കയറും, പിന്നെ അത് ഫുള്ളും ചീഞ്ഞു പോകും. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു വന്നാൽ, ഇപ്രാവശ്യം എന്നല്ല, ഞാൻ എല്ലാ കൊല്ലം വിചാരിക്കും. പിന്നെ എൻ്റെ മടി കൊണ്ട് ഞാൻ അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. കാരണം ഇതെല്ലാം മാറ്റണം, വൃത്തിയാക്കണം, എല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ വീടിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, മറ്റേ പ്രാവും കൂടൊക്കെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് പ്രാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത് നമ്മുടെ പ്രാവ് കുറേയൊക്കെ പറന്നു പോയി. പിന്നെ ചിലതിനെ നമ്മുടെ തന്നെ പൂച്ച പിടിക്കുകയും പിന്നെ ചിലതൊക്കെ ചത്തുപോവുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ആരും നോക്കാനൊന്നും ഇല്ലല്ലോ. വീടിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് വേറെ ആരെയും ഏൽപ്പിക്കാനായിട്ടും പറ്റത്തില്ല. അകത്തു നിന്നാണ് സ്റ്റെയറൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ പ്രാവെല്ലാം പോയി. അങ്ങനെ പിന്നെ ഞാൻ വീടിൻ്റെ മുകളിൽ എല്ലാം വൃത്തിയാക്കാമെന്നൊക്കെ ഉദ്ദേശിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പുളിയുടെ ഒരു കമ്പ് ഒടിഞ്ഞ് വീണായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കമ്പ് കിടന്ന സ്ഥലത്ത് ഫുൾ അതിൻ്റെ ഇല ഫുള്ളും കിടന്ന് ഞാൻ പിന്നെ അതെല്ലാം ആദ്യം കുറേ അടിച്ച് വാരി താഴോട്ട് ഇട്ടു. പിന്നെ ഞാൻ ഓർത്തത് എന്നാൽ അതെല്ലാം ശേഖരിച്ചിട്ട് നമുക്ക് പുളി പുകയ്ക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് അതെല്ലാം അടിച്ച് വാരി ഇതിൻ്റെ അകത്തോട്ട് കൂട്ടി കേട്ടോ, ഒരു ചാക്കിൻ്റെ അകത്ത് കൂട്ടിയെടുത്തു. കാരണം ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് വേറെ കരിയിലൊന്നും കിട്ടാനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം അടിച്ച് വാരി ഇതിൻ്റെ അകത്ത് ഇട്ടു. എന്നിട്ട് പിന്നെ പതുക്കെ ഇത് ഫുള്ളും പോയായിരുന്നു. ഈ പ്രാവിൻ്റെ കൂടെ മൊത്തം ചെതലരിച്ചും അങ്ങനെ ആകെ മൊത്തം പോയിരിക്കുക. എന്നാൽ പിന്നെ അതെല്ലാം ഇളക്കി ഞാൻ എടുത്തു ഗൈസ്. കാരണം നല്ല തടിയൊക്കെ കുറവാണ് അതിൻ്റെ അകത്ത്. അതെല്ലാം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമെന്ന് ഓർത്തിട്ട് നല്ല തടിയൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ബാക്കിയെല്ലാം കത്തിക്കാന്നുള്ള ബേസിൽ അതെല്ലാം എടുത്ത് നമ്മുടെ ടെറസിലോട്ട് തന്നെ ഇട്ടു കേട്ടോ, ഒന്ന് ഉണക്കാനായിട്ടൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം പൊളിച്ചെടുത്തു. പിന്നീട് അത് നിന്നിരുന്ന ആ ഒരു ഭാഗത്തെ അഴുക്കും ഇതുമെല്ലാം ശേഖരിച്ച് അതും കൂട്ടി. അതും എന്തായാലും പുകയ്ക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതെല്ലാം അടിച്ച് വാരി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അടിയിൽ കുറേ നമുക്ക് നമ്മുടെ പ്രാവിൻ്റെ കാട്ടമൊക്കെ വീണേൻ്റെയാണെന്ന് തോന്നുന്നു. അതപ്പോൾ ഏതായാലും വളമായിട്ട് എടുക്കാമെന്ന് ഓർത്തിട്ട് അതും ഞാൻ ശേഖരിച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു പുളിയിലയും സംഭവങ്ങളെല്ലാം ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണം ഗൈസ്. ഇതാ നമ്മുടെ പ്രാവും കൂടി ഇരുന്ന സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് കുറച്ച് വളമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയെന്ന്. അതൊക്കെ ഇനി എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ ഞാൻ പിന്നെ ആ കരിയിലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ ഇടയിൽ തന്നെ കരിയിലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുകയ്ക്കാൻ വേണ്ടി ഇട്ടു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പുകച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ടോ, ഈ ഒരു തുണി ഞാൻ എടുത്തിട്ട്, എൻ്റെ പഴയ ചുരിദാറായിരുന്നു കേട്ടോ, അത് നനയ്ക്കാതെ അതിൻ്റെ മുകളിലോട്ട് എടുത്തിട്ടതാണ് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ചണച്ചാക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നനച്ചിട്ട് അതിൻ്റെ പുളിയുടെ മണ്ടയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പുക അതിൻ്റെ അത് നിൽക്കും. പക്ഷെ ഞാൻ ചണച്ചാക്കില്ലാഞ്ഞതുകൊണ്ട് എൻ്റെ ചുരിദാറാണ് കേട്ടോ എടുത്തിട്ടത്. പക്ഷേ അത് രാത്രി തീ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഫുള്ളും കത്തിപ്പോയി ഗൈസ്. അതുകൊണ്ട് അങ്ങനെ മണ്ടത്തരമൊന്നും കാണിക്കരുത്. നമുക്ക് ചണച്ചാക്കൊക്കെ എടുത്തിട്ട് നനച്ചിട്ട് അതിൻ്റെ മുകളിലിടുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം പുകച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലോട്ട് കയറി വന്നു ഗൈസ്, ബാക്കി പണി ചേർക്കാൻ വേണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ വളം എനിക്ക് ശകലം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഞാനൊരു സ്ഥലത്ത് അടിച്ച് വാരി കൂട്ടിയിട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ താഴെ ഇരുന്ന് ഗ്രോ ബാഗൊക്കെ താഴേന്ന് എടുത്തുകൊണ്ട് വന്ന് മുകളിലിട്ടു. അത് ഇപ്രാവശ്യം എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ, ഗ്രോ ബാഗ്. എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നിറച്ചിട്ട് താഴെ തന്നെ വെച്ചിരുന്നതായിരുന്നു. അപ്പുറത്തെ സൈഡിൽ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ മണ്ണൊക്കെ നിറച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അതെല്ലാം എടുത്ത് മേളിൽ കൊണ്ടുവെക്കാം, എന്നിട്ട് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം താഴെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ ആയതുകൊണ്ടേ
അങ്ങനെ അന്നത്തെ ദിവസം ഇതെല്ലാം വെച്ച് വെച്ച് വന്നപ്പോൾ ഇരുട്ടായപ്പോൾ ഞാൻ കലാപരിപാടി നിർത്തി വെച്ചു. ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ദേ മേളിലോട്ട് കയറി വന്നു. ഇതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത്, ഇതൊക്കെ വൈകിട്ട് ഞാൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. ഇനി ഈ ഒരു ഭാഗമൊക്കെ വൃത്തിയാക്കാനുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് എല്ലാം ഇളക്കി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ എന്താ പനിക്കൂർക്കലയുടെ കുറച്ചൊക്കെ ആ താഴെ തന്നെ കിളുത്ത് വന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ പറിച്ച് മാറ്റി നീക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വൃത്തിയാക്കി ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടോ. ഇതാണ് നമ്മുടെ വളമെല്ലാം ഞാനങ്ങനെ നമ്മുടെ പ്രാവുംകൂടിൻ്റെ മേളിലിട്ടിരുന്ന എന്താ ഷീറ്റിൻ്റെ കഷ്ണങ്ങളായിരുന്നു കേട്ടോ ഗൈസ്. അതൊക്കെ ഞാൻ പിന്നെ ഒരു സൈഡിലോട്ട് കൂട്ടിയിട്ടു. ഇനി അതെല്ലാം അവിടെ നിന്ന് മാറ്റണം. എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ അതെല്ലാം കൂട്ടി ആ സൈഡിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ വളമൊക്കെ വെച്ചു. ഇതൊക്കെ താഴെ വെച്ചിരുന്നതായിരുന്നു. ഇനി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പാകണം. 2 എണ്ണത്തിൻ്റെ അകത്ത് മാത്രമേ പാകിയിട്ടുള്ളൂ. ഒരെണ്ണത്തിൻ്റെ അകത്ത് വഴുതനയോ എന്തോ കുഴിച്ച് വെച്ചു. പിന്നെ ബാക്കി മുളക് തൈ ഞാൻ പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ എൻ്റെ കറ്റാർവാഴ സെറ്റായിട്ട് വരുന്നത് കേട്ടോ. ഞാൻ എല്ലാ കൊല്ലവും കറ്റാർവാഴ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഇരിക്കും ഗൈസ്. അപ്പോൾ ടാറ്റ.